Hello guys, welcome to Mango FM 98.9. This is RJ Pooja. Wow, കിട്ടില്ല മഴയല്ലേ, ഒരു ചൂട് ചായ കുടിച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു പാട്ട് നമുക്ക് കേട്ടാലോ? ഇപ്പോൾ കിട്ടിയ വാർത്ത, വീടുകളിൽ അതിക്രമിച്ച് കയറി തലയ്ക്ക് പരിക്കേൽപ്പിച്ച് തമിഴ്നാട് സ്വദേശികളെ. നീ എന്നാ മുഖവും വീർപ്പിച്ചിരിക്കുന്നത്? ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ ഇരിക്കും. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് തന്നെ ബോധിപ്പിക്കണം. ആ മതി മതി, നല്ലൊരു ദിവസമായിട്ട് തന്തയുടെ മോള് തന്നെ. അതെ, അങ്ങേര് വാങ്ങിച്ചു തന്ന വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങേര് തന്നെ കുറ്റം പറയുന്നോ? ഓള് പോട്ടത് എനിക്ക് പന്ന പുന്നാര മോനെ വഴിന്ന് മാറടാ. ആലിസേ, എന്താ നിന്റെ പ്രശ്നം? ആ പാർട്ടിക്ക് നീ നല്ല മൂഡിലായിരുന്നല്ലോ. നല്ലത് കണ്ടാലേ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓ ലത്, എടി നിന്റെ ഡാൻസ് നല്ല കോമഡി ആയിരുന്നു. എനിക്ക് ഒരുത്തിന്റെ മാർക്കൊന്നും വേണ്ട. ഞാന് പണ്ട് കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. ഓ, എന്നിട്ട് കുറെ കലോത്സവം കണ്ട് നടന്ന? എടി ആലിസേ, ഗേറ്റ് അടക്ക്. തന്നെ തന്നെ അടച്ചോണ്ടാ മതി. ഇത് പൂട്ടിയില്ലായിരുന്നോ? ഇനി അതും എന്നെ കൊണ്ടൊക്കെ വെക്ക്. അല്ലല്ലോ, മനുഷ്യന് പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങളൊന്ന് ഒച്ച വെക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? നിന്നാട്ടത് എടുക്ക്. സാർ, ഒരു ഡൗട്ട്. അതിന് തന്നെയുമാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? വളരെ നല്ല ചോദ്യം. അതിന് നീയൊക്കെ ഏതോ? നിനക്കൊക്കെ എന്റെ ഡാഡി ആരാന്നറിയാവോ? ആലിസേ, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. ഞാൻ നിന്റെ തന്ത, കള്ളക്കടത്തുകാരൻ ഫ്രാങ്കോ മാപ്പ്. ഞാൻ നിന്റെ തന്ത. അല്ല, ഡേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് പറയണം. സോറി. ബാക്ക് ടു ദ പോയിന്റ്. നിന്റെ അപ്പൻ ഇവിടെ കുറച്ച് സ്വർണവും പണവും കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മൊത്തം ഇപ്പൊ വേണം. നോട്ട് എ പെനി മോർ, നോട്ട് എ പെനി ലെസ്. ഇപ്പൊ സമയം 7:30. 10 മിനിറ്റ് സമയം നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ബോസ് ഇപ്പൊ വരും. നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചാവും. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്ന സമയത്തെ 10 പൈസ പോലും ശ്രീധരൻ വാങ്ങിച്ചിട്ടില്ല. ദേ, ഇവളാണ് സത്യം. എന്താടാ അല്ല, കുറെ നേരായോട് ഓവറാക്കില്ല നീ. കൂളേ, നല്ല കൂൾ മൈൻഡഡ് ആയിട്ട് വേണം നമ്മൾ കള്ളന്മാര് പ്രവർത്തിക്കാൻ. അല്ലാതെ വെറുതെ ചില പോലീസുകാരെ പോലെ മോശം. 100 ആയുസ് ആശാൻ. ഒരു മിനിറ്റ്. ഹലോ, അടുത്ത കോമഡി. ഹലോ ആശാനെ, എവിടാ? ഊബറിലോ? ഓ, ഞങ്ങായി. ഈടോ, തനിക്കൊരു വിവരമുണ്ടോ? പരിപാടിക്ക് വരുമ്പോഴാണോ? ദേ, ആശാൻ എന്ന് വിളിച്ച പോകൊണ്ട് എന്നെ കൊണ്ട് അവിടെ കാണാൻ ഇറങ്ങി പാടോ. ബ്ലഡി അൺപ്രൊഫഷണൽസ്. സ്ക്രീൻ വലിച്ചോട്ടി നിനക്കൂടെ സിനിമ കാണിച്ചാടി. അല്ല പിന്നെ സ്ത്രീകളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല. അസോസിയേഷൻ സമ്മതിക്കാറില്ല. പക്ഷെ നീ ഇവരോട് കാണിക്കുന്ന കൊടേ കാണിച്ച് കാണിച്ചാണല്ലോ. ഞങ്ങൾക്ക് അസോസിയേഷൻ മറക്കേണ്ടി വരും. ആലിസ്, അവരുടെ കയ്യിൽ തോക്കുണ്ട്. പൊട്ടിക്ക് ഞാൻ. ഇവക്ക് കുറച്ച് വട്ടുണ്ടല്ലേ. ഇങ്ങനെ
പാക്കേജ് ഒക്കെ സെക്കൻഡില് ഗൈസ്. ഓവർ ഓവറാ കേട്ടോ. ഡേ ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഏതൊക്കെ ഇംഗ്ലീഷ് സിനിമയും കണ്ടോണ്ട് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഓവർ അണ്ടർ ബ്രാവോ ഗോളിംഗ് എന്റെ പൊന്നാശാനൊക്കെ ചിരിച്ച് മൂപ്പിന് ഇവിടെ സ്വർണം പണുണ്ടെന്ന് തന്നോടല്ല പറഞ്ഞ. ഇന്റലിജൻസ് അതൊക്കെ ഞങ്ങളുടേതായ സോഴ്സസ് ഉണ്ട് അല്ലടാ. നിങ്ങളാണല്ലേ ബോസ്? എന്ത് നിനക്ക് പിടിച്ചില്ലേ? ഒരു മിനിറ്റ്. ഇവളുടെ മേലൊരു കണ്ണു പോട്ടെ മോളെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പിള്ളേരുടെയും പെർഫോമൻസ്? ഡ്രസ് തിരിച്ചു കൊടുക്കണം. എടോ മൈക്കോണ, ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന്. അവളും തന്തയും കൂടെ സാധനം അങ്ങോട്ടോ മാറ്റി. എപ്പോ? ഓരോ നൂലാമാലകൾ. അതെ, ഫോൺ വിളിച്ചെടുക്കണം. തനിക്ക് മെസ്സേജ് ഇല്ലേ? എപ്പോ? ഓ വാട്സാപ്പിലായിരുന്ന? ഞാൻ വാട്സാപ്പ് യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റയിലേക്കാൻ പാടില്ലായിരുന്നു. എടോ പോടോ. ഏത് നശിച്ച നേരത്താണോ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി? അവന്മാരെ അടുത്ത് ഇപ്പൊ എന്തു അറിയും? എടോ താൻ തൽക്കാലം എന്തേലും പറഞ്ഞ് ശരിയാക്ക്. ഞാൻ എന്തേലും ചെയ്യാം. ഇപ്പൊ തന്നെ കഴുത്തറ്റം കടത്തില്ല. മാല 1.5 പവൻ കാണും കേട്ടോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്നാണല്ലോ സാറേ. അവന്മാരൊറ്റ ബുദ്ധിയാ. എന്താ എപ്പോഴാ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. ഭാഗ്യത്തിരുന്ന് ഭാരവതിയാ. അവന്മാര് ഡീസന്റ്. എത്ര നാളായി ചാത്ത സാധനം അടിക്കുന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവിടെ നല്ല സാധനം കാണുന്നു. വെള്ളം വെള്ളം വേണ്ട. ചേട്ടായി അല്ല കീറാണല്ലേ. അതൊക്കെ എന്റെയാ. ഭാഗ്യവാൻ. സാമം ദാനം ഒറ്റവലി അതൊക്കെ അറിയട്ടെ. അതാരാ? ഏയ് പേടിക്കണ്ട, തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള. ഓ അങ്ങനെ. ഒരുമാതിരി കൊണച്ച വർത്താനം പറയുന്നേട്ടാ. എടാ ആ എന്തോ ഒരു വ്യത്യാസമില്ലേ? എന്ത് വ്യത്യാസം? ബ്യൂട്ടിഫുൾ ആടെ. അതല്ല, എന്തോ ചേച്ചി ഇവിടെ ഈ കോള പെപ്സി അങ്ങനെ വല്ലതുണ്ടോ? അച്ചാറും. ഓ ട്രൈ അടിക്കാം. അല്ലേലും സാധനം അടിക്കുമ്പോൾ ട്രൈ അടിക്കണമെന്നാണ് ഹവിൽദാര് അയ്യപ്പൻ നായർ പറഞ്ഞിട്ടുള്ളത്. യാരത്? തെരിയാത്. പെരിയ കുടികാരൻ. അപ്പടിയാ? എടാ ഇവക്കും മറ്റേ ലെവലിന്റെ ഒരു ചായ ഇല്ലേ? ആരടാ? എന്റെ പഴയ. തോന്നും തോന്നും. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചേട്ടായി എങ്ങനെ പലതും തോന്നും. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ അശ്ലീലം പറയല്ലേ? സോറി ഡീസന്റ് ആയിട്ട് വേണം കള്ളന്മാര് പ്രവർത്തിക്കാൻ. ரெண்டு பேர் தானே சொன்னேன்? ஆமாண்ணா, எனக்கு தெரியும். ஒழுங்கா ஒரு வேலை செய்ய மாட்டீங்களா? இது അതെ പോരാവേ. ചേട്ടായിയേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കുട്ടിയുടെ വീട് നീലേശ്വരം ഭാഗത്തു വല്ലതാണോ? എന്താന്ന്? അല്ല, എനിക്ക് പണ്ട് അവിടെ ഒരു സെറ്റപ്പ് പ്രണയം ഉണ്ടായിരുന്നു. എന്റെ പൊന്നേട്ടാ, ഈ കൈനൽ ടിവിയിൽ വലിയ ഏട്ടം വരുന്ന മാതിരി എത്രാമത്തെ തവണയായത്? അടുത്ത് പ്രണയം അങ്ങനാടാ, അതൊരു മരീചികയാണ്. പറയാണ്. എന്താടി നിനക്കൊരു കള്ള ലക്ഷണം?
അത് നീ കള്ളനായോണ്ട് തോന്നുന്നേ. അത് പോയിന്റ്. ചേട്ടായി കൂളായിക്കേ. ഉണ്ടാ ഇവക്ക് ഇച്ചിരി വിളച്ചില് കൂടുതലാ. നിന്റെ തന്തേരാന്നാ പറഞ്ഞേ? ആരായാലും പവിക്കൊരേ മൈ. ചേട്ടായി. ഡു നോട്ട് ഇന്ററപ്റ്റ്. യെസ് യുവർ ഓണർ. നിനക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരാം. സ്വർണവും പണവും ഇവിടെ. ഞാനാണെ കണ്ടുപിടിക്കും. നിന്റെ കണ്ണിൽ ഞാൻ ഒരു മരണഭയം കാണുന്നുണ്ട്. ഒരു കോപ്പില്ല. ഇത് അണ്ണാക്കി കെട്ടിയൊരു വലി വലിച്ചോണ്ടല്ലോ. വലിച്ചാൽ ഇവളെ ഞാൻ ഇന്ന് മതി. സ്റ്റോപ്പ് ബാലൻസ്. ആ ഫ്ലോ അങ്ങ് പോയി. എടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞു ഇന്ററപ്റ്റ് ചെയ്തെന്ന്. നമ്മള് കള്ളന്മാര് വളരെ കൂൾ മൈൻഡ് ആയിട്ട് ഇടപെടണം എന്നാണല്ലോ പ്രമാണം. അയ്യേ എടാ ഞാൻ വെറുതെ അവളെ പേടിപ്പിക്കാൻ. തീർന്നില്ല. എടി അയ്യോ എന്തോ വെച്ച് കാണിച്ചേ. എന്റെ ആലീസേ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. ആലീസേ നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇയാളെന്തിനാ ഇയാളുടെ കുഞ്ഞമ്മയുടെ വിട്ട് പോണേ? എടീ, നീ നമുക്ക് പറക്കാമെന്ന് കുട്ടികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. സഞ്ചയത്തിന് കുറിയടിച്ചോ. അയ്യോ ആശാരെ പോലീസ്. വളരെ നന്നായി. ഇത് തുറക്കൂലേ? ഇതിനകത്തെന്താ? അയ്യോ ഷോറൂമാ സാർ. ചായ എന്നാ തോന്നുന്നു. ഒളിച്ചോട്ടം ക്യാൻസൽ. നീ ഫണ്ട് സെറ്റ് ആയില്ലെന്ന്. നിന്റെ അച്ഛനല്ലേ, നീ പറഞ്ഞു മനസ്സിലാക്കണം. അത്രയ്ക്ക് തന്നാണെങ്കിൽ നീ നിന്റെ മറ്റെല്ലാവനില്ലേ ആ വിഷ്ണു, ആ അവന്റെ ഒപ്പം പൊക്കോ. അല്ല പിന്നെ ദേഷ്യം വരൂലേ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പോവാൻ വരട്ടെ. എന്റെ പൊന്നു ചേച്ചി ഡാഡിയെ വിളിക്കരുത്. അതിലും നല്ലത് പോലീസാ. അതെ തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. കേട്ടല്ലോ,
അലിസേ തനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നീയൊക്കെ എരിയിൽ പാട്ട വെറുക്കാൻ പോലും വന്നേക്കില്ല. ഏ ഒരിക്കലും ഇല്ല. വാ, വേഗം പോ. പോട്ടെ എന്നാ, നല്ല വിശപ്പ്. കഴുത്തിനാണല്ലോ വിളിച്ചത്, പിന്നെ നടുവിനും പിന്നെ കണ്ടോളാം. വൈദ്യരെ കാണേണ്ടി വരും. ഒരു വരവോടി വരേണ്ടി വരും. ഒരു മഴ പെയ്ത് തോർന്നതുപോലെ ഉണ്ടല്ലേ. ഓ, ന്യൂ ഇയർ ആയി. ഹാപ്പി ന്യൂ ഇയർ. അമ്മേ